ഇസ്ലാമാബാദിൽ രണ്ടാം വട്ട ചർച്ച ചൊവ്വാഴ്ച നടക്കാനിരിക്കെ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെ ചുട്ടരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ്. ഇറാന് ലഭിക്കുന്ന അവസാന അവസരമായിരിക്കും ഇതെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു. US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും വൈറ്റ് ഹൗസ് ഉപദേശകനും ട്രംപിന്റെ മരുമകനുമായ ജാരേദ് കുഷ്ണറും ചർച്ചയ്ക്കായി ഇസ്ലാമാബാദിലെത്തും. എന്നാൽ ഇസ്ലാമാബാദ് ചർച്ചയ്ക്ക് സംഘത്തെ അയക്കാൻ തീരുമാനിച്ചില്ലെന്ന് ഇറാനിലെ തസ്നിം ന്യൂസ് ഏജൻസി അറിയിച്ചു. അമേരിക്ക നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ല എന്നാണ് റിപ്പോർട്ട്. നിലവിലെ വെടിനിർത്തൽ ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെ ഇത് 2 ആഴ്ച കൂടി നീട്ടുന്ന കാര്യവും ചർച്ചയിലുണ്ട്. ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ തന്നെ അധീനതയിൽ തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോഴും ഇറാനുള്ളത്. MCA നാസർ ചേരുകയാണ് വിവരങ്ങളുമായി. MCA, രണ്ടാം വട്ട ചർച്ച മറ്റന്നാൾ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സാഹചര്യം അത് എത്രത്തോളം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്? അതോടൊപ്പം തന്നെ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെ ചുട്ടരിക്കുമെന്നുള്ള ട്രംപിന്റെ അന്ത്യശാസനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം, ആ വാക്ക് ഉപയോഗിക്കാം. അതിന് ഇറാന്റെ മറുപടി എന്താണ്? ചർച്ചയ്ക്ക് അങ്ങോട്ടേക്ക് പ്രതിനിധികളെ അയക്കുന്ന കാര്യത്തിൽ ഇറാൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മഹേഷ്, തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് വീണ്ടും ഇറാന് നൽകിയിരിക്കുന്നത്. നേരത്തെയും സമാന സ്വഭാവത്തിലുള്ള വലിയ താക്കീതുകളൊക്കെയും ഇറാന് ട്രംപ് നൽകിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച വേണമെങ്കിൽ ഇതിനെയും കാണാം എന്നതിലപ്പുറത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു വ്യക്തത ഇനിയും മധ്യസ്ഥ രാജ്യങ്ങൾക്കുമില്ല, അമേരിക്കക്കും ഇറാനുമില്ല എന്നതാണ് വസ്തുത. എന്തായാലും ചൊവ്വാഴ്ച രാവിലെയോടുകൂടി സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കുഷ്ണറും ഉൾപ്പെടുന്ന അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ എത്തുമെന്ന് ട്രംപ് ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ആദ്യവട്ട ചർച്ചയിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് പങ്കെടുത്തിരുന്നു. പക്ഷേ സുരക്ഷാ ഭീഷണി കാരണം അദ്ദേഹം ഇത്തവണ ഈ ഇസ്ലാമാബാദിലേക്ക് വരുന്നില്ല എന്നാണ് ട്രംപ് തന്നെ വിശദീകരിക്കുന്നത്. എന്തായാലും ഏറ്റവും അവസാനത്തെ ഒരു ചാൻസ് ആയിരിക്കും ഇറാന് ലഭിക്കാൻ പോകുന്നത്. ആ ചാൻസ് ഇറാൻ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നല്ലത്. അതല്ല എങ്കിൽ ഇറാനിലെ വൈദ്യുത കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ പാലങ്ങളും താൻ തകർക്കും എന്ന അർത്ഥത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് സമൂഹ മാധ്യമത്തിലൂടെയും വിവിധ ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെയും ട്രംപ് നടത്തുന്നത്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ ട്രംപിന്റെ ഈ പ്രതികരണത്തിന് ശേഷം ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ഇറാൻ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സംഘത്തെ ഇസ്ലാമാബാദിലേക്ക് അയക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനവും ഇതുവരെയും ഇറാൻ കൈക്കൊണ്ടിട്ടില്ല. മാത്രമല്ല, ഈ നിലവിലുള്ള ഒരു നാവിക ഉപരോധം അമേരിക്ക തുടരുന്ന ഒരു സാഹചര്യത്തിൽ അത് പിൻവലിക്കാതെ ഇത്തരം ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നൊരു നിലപാടിലാണ് തൽക്കാലം ഇറാൻ നേതൃത്വം എത്തി നിൽക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം പാക് വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അമേരിക്ക പറയുന്നത് ഏറ്റവും അവസാനമായി അവർ വളരെ യുക്തിസഹമായിട്ടുള്ള കുറെ കൂടി സ്വീകാര്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇറാന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കണം എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അത്തരമൊരു നിർദ്ദേശത്തോടുള്ള ഒരു പ്രതികരണം എന്ത് എന്ന് ഇറാൻ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. യുറാനിയം സമ്പുഷ്ടീകരണം, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, ഹോർമുസിന്റെ പരമാധികാരം ഉൾപ്പെടെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ഭാഗത്തും ഒരു തീർപ്പിലേക്ക് എത്തിയിട്ടില്ല. തങ്ങൾ പറയുന്നതെല്ലാം ഇറാൻ അംഗീകരിക്കണം എന്നൊരു നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഉറച്ചു നിൽക്കുന്നത്. തങ്ങളുടെ താല്പര്യങ്ങൾക്കും തങ്ങളുടെ ജനതയുടെ താല്പര്യങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു തീരുമാനം തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന നിലപാടിൽ ഇറാനും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതീക്ഷയിലാണ് മറ്റന്നാൾ നടക്കുന്ന ചർച്ചയോടുകൂടി വരും ബുള്ളറ്റിനുകളിൽ വളരെ വിശദമായി തന്നെ ഈ വിഷയം കാണേണ്ടതുണ്ട്. എന്തായാലും